ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ മൈൻഡ്ഫുൾനെസ്സിന്റെ ദിവസമാണെന്ന്. ഇന്നത്തെ വിഷയം നമ്മളിലുള്ള ബെസ്റ്റ് ഫ്രണ്ടിനെ എങ്ങനെ മൈൻഡ്ഫുള്ളായി നമുക്ക് കണ്ടെത്താം. ഹൗ ടു ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട് മൈൻഡ്ഫുള്ളി. ആന്റണി പുത്തമ്പരക്കൽ സാറാണ് നമുക്ക് വേണ്ടി ഈ ടോപ്പിക് പറയുന്നത്. മൈൻഡ്ഫുൾനെസ്സിന്റെ മെഡിറ്റേഷനും അതിനുശേഷം ഉണ്ടായിരിക്കും. സോ നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ആന്റണി സാറിനെയും. ആന്റണി സാർ, യുവർ വെൽക്കം. താങ്ക് യു സാർ. എല്ലാവർക്കും ഞാൻ നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. സാർ പറഞ്ഞതുപോലെ നമ്മളോട് തന്നെയുള്ള നമ്മളുടെ ആ ഏറ്റവും അടുത്ത ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ സൗഹൃദത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്, ഇന്നത്തെ വിഷയം. ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു നഗരവീഥിയിൽ ഇങ്ങനെ ഭിക്ഷാടനത്തിന് ഇരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ എല്ലാ ദിവസവും അവിടെ വന്ന് ഒരു പെട്ടിയുടെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് ആ വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളോട് ധർമ്മം ചോദിക്കും. ഒരിക്കൽ ഒരു മനുഷ്യൻ ആ വഴിയിലൂടെ കടന്നു പോയപ്പോൾ ഈ ഭിക്ഷാടനം നടത്തുന്ന ആ മനുഷ്യനോട് ചോദിച്ചു, താങ്കൾ ഇരിക്കുന്ന ഈ പെട്ടി ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ പെട്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അയാൾ പറഞ്ഞു, അതിനകത്തൊന്നുമില്ല, എനിക്കറിയില്ല, അതുപോലെ അതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. ഭിക്ഷ കൊടുക്കുന്നതിന് പകരം അയാൾ ആ മനുഷ്യനെ ആ യാചകനോട് ആ പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടു. പെട്ടി തുറന്ന സമയത്ത് ആ പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടയാൾക്കും അതുപോലെ ആ യാചകനും അത്ഭുതം തോന്നി. അതിനകത്ത് നിറയെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, സ്വർണം അല്ലെങ്കിൽ അതുപോലെയുള്ള വജ്ര ആഭരണങ്ങളായിരുന്നു. ഈ കഥ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ നമ്മുടേതായിട്ടുള്ള ആ ഒരു കഴിവിനെ കുറിച്ച്, നമ്മളിലുള്ള അനന്തമായ സാധ്യതകളെ കുറിച്ച് നമ്മൾ അറിയാതെ നമ്മൾ പരക്കം പായുകയാണ്. മറ്റുള്ളവരോട് നമ്മൾ സഹായം ചോദിക്കുന്നു, ഭിക്ഷാടനം നടത്തുന്നു. അതായത് സഹായം എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് മാനസികമായിട്ട് വൈകാരികമായിട്ടുള്ള തരത്തിൽ സഹായം ചോദിക്കുന്നവരാണ് നമ്മൾ. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഭിക്ഷക്കാരാണെന്ന് പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ ആ അനന്തമായ ആ സാധ്യത നമ്മളുടെ മനസ്സിൽ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ സൗഹൃദം പുലർത്തുന്നെങ്കിൽ നമ്മൾ അല്പം കൂടി കരുണ കാണിക്കുക, അല്പം കൂടി നമ്മൾ ഭാവാത്മകമായി ചിന്തിക്കുക, നമ്മളോട് തന്നെ കൂടുതൽ സൗഹൃദം പുലർത്തുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒട്ടനവധി പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും. അതിൻ്റെ സാധ്യതകളെ കുറിച്ച് ആ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ വിഷയം ആദ്യം സൂചിപ്പിച്ചതുപോലെ മൈൻഡ്ഫുൾ വേസ് ടു ബി യുവർ ഓൺ ബെസ്റ്റ് ഫ്രണ്ട്. നമുക്ക് എങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ അവധാനപൂർവ്വം നമുക്ക് എങ്ങനെ നമ്മളോട് തന്നെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിട്ട് നമുക്ക് പെരുമാറാൻ സാധിക്കും. നമ്മളിലുള്ള അനന്തമായ കഴിവുകളെ, സാധ്യതകളെ അടുത്തറിയാൻ സാധിക്കും. പല മനുഷ്യർക്കും അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകൾക്കും മൈൻഡ്ഫുൾ അല്ലാത്തത് കൊണ്ട് അവരിലുള്ള ആ സാധ്യതകളെ കുറിച്ച്, അവരുടെ കഴിവുകളെ കുറിച്ച് അവർക്ക് തന്നെ അവബോധമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നത്. എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോഴും അവർ ഓടി നടക്കുകയോ മറ്റുള്ളവരുടെ സഹായം തേടുകയോ ഒക്കെ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ സഹായം തേടുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് നമ്മളുടെ തന്നെ സ്വന്തം വീട്ടുമുറ്റത്തുള്ള കിണറ്റിൽ വെള്ളമുണ്ടെങ്കിൽ അയൽക്കാരന്റെ അടുത്ത് പോയി നമ്മൾ വെള്ളം കോരേണ്ട കാര്യമില്ല, അല്ലെ പഞ്ചായത്തിലെ വെള്ളം നമ്മൾ കുടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ: വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മൈൻഡ്ഫുള്ളി ബീയിങ് യുവർ ഓൺ ബെസ്റ്റ് ഫ്രണ്ട്, അതിന്റെ അർത്ഥം എന്താണ്. അതുപോലെ തന്നെ മൈൻഡ്ഫുള്ളി പ്രസന്റ് എന്ന് പറയുന്നുണ്ട്. നമ്മളെപ്പോഴും പ്രസന്റ് ആണ് എന്ന് നമുക്ക് തോന്നും. പ്രത്യേകിച്ച് നമ്മൾ ഒട്ടനവധി നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് മൈൻഡ്ഫുൾ ആയിട്ടല്ല, അല്ലെങ്കിൽ വേണ്ടത്ര അവബോധത്തോടു കൂടിയല്ല നമ്മൾ ചെയ്യുന്നത്. നേരെ മറിച്ച് ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ മൈൻഡ്ഫുള്ളി പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ അക്നോളജിങ് അവർ ഓൺ ഫീലിങ്സ്, നമ്മളുടെ തന്നെ ആ ഫീലിങ്സിനെ നമുക്ക് അറിയാൻ, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അതിനെ അക്നോളജ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ എൻഗേജിങ് ഇൻ ആക്ടിവിറ്റീസ് യു ലവ്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ട്. ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്:
ഈ മൈൻഡ്ഫുൾ ആയിട്ട് വാട്ട് ഡസ് ഇറ്റ് മീൻ? മൈൻഡ്ഫുള്ളി യുവർ ഓൺ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാല് നമുക്കറിയാം, നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു നല്ല സുഹൃത്തുണ്ടെന്ന് കരുതുക. ആ സുഹൃത്തിനോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറയുന്നു. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ മനുഷ്യനോട് അല്ലെങ്കിൽ ആ ഒരു ആളോട് നമ്മൾ ഒരാളോ അത് കൂടുതൽ ആളുകൾ ഉണ്ടാകാം, എങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ഒരു ഫ്രണ്ട് ഉണ്ടാകും എന്ന് കരുതുക. തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നു. അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ എങ്ങനെ അവരെ കൂടുതൽ ദയയോടുകൂടി, കൂടുതൽ അവരെ മനസ്സിലാക്കിക്കൊണ്ട്, അതുപോലെ കരുണയോടുകൂടി നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ നമ്മൾ പരിചരിക്കുന്നത്, അല്ലെങ്കിൽ അയാളോട് സംസാരിക്കുന്നത്, അയാളെ സഹായിക്കുന്നത്, മാനസികമായിട്ട് അയാളെ നമ്മൾ എന്തുമാത്രം സഹായിക്കുന്നു, ഇങ്ങനെയുള്ള ആ ഒരു രീതി, അതേ രീതി തന്നെ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്നു എന്ന് മാത്രമേ ഇതിന്റെ അർത്ഥമുള്ളൂ. അതായത് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക. നമ്മളുടെ ആവശ്യങ്ങൾ എന്താണ്? നമ്മൾക്ക് ഈ നിമിഷം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നാം സ്വയം വിലയിരുത്തുന്നു. നമ്മൾ കൂടുതൽ ബോധവാന്മാരാകുന്നു. അവബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതായത് കൂടുതൽ മൈൻഡ്ഫുള്ളി പ്രസന്റ് ആകുന്നു. അതുപോലെ തന്നെ നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആകുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു വൈകാരികമായിട്ടുള്ള പ്രശ്നം, മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കാതെ നമ്മൾ കൂടുതൽ അവധാനതയോടുകൂടി, അല്ലെങ്കിൽ കൂടുതൽ മൈൻഡ്ഫുൾ ആയിട്ട്, ഒബ്ജക്റ്റീവ് ആയിട്ട് വസ്തുതകളെ എങ്ങനെ നിരീക്ഷിക്കുന്നു, ഇതെല്ലാം ഇതിൽപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് സേയിങ് എന്താണ് പേയിങ് അറ്റൻഷൻ. നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച്, അതുപോലെ നമ്മളുടെ ഇന്നർ ആയിട്ടുള്ള നമ്മളുടെ മാനസികമായിട്ടുള്ള നമ്മളുടെ സെൻസേഷൻസിനെ എങ്ങനെ നമ്മൾ അറിയുന്നു. നമ്മളല്ലാതെ മറ്റുള്ളവർക്ക് ആർക്കും അത് അറിയാൻ സാധിക്കില്ല. ഓരോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും എടുക്കുന്നത്. കാരണം നമ്മൾ ഓരോ വ്യക്തിയും യുണീക്ക് ആയിട്ടുള്ള വ്യക്തികളാണ് ഈ ലോകത്തിൽ. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ഒരേ കാര്യം നമ്മൾ കാണുന്നു. ഇപ്പം TV കാണുന്നു, ഒരു വീട്ടിലിരുന്ന് 2 പേര് TV കാണും, 2 3 പേര് TV ന്യൂസ് കാണുകയാണെന്ന് വിചാരിക്കുക. ആ 3 പേരുടെയും, അല്ലെങ്കിൽ എത്ര പേര് ആ മുറിയിലുണ്ടോ, അവരുടെ മാനസികമായിട്ടുള്ള ഇന്നർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ആ ഇന്നർ ആയിട്ടുള്ള, നമ്മുടെ ആന്തരികമായിട്ടുള്ള ആ അനുഭവങ്ങളെ, അല്ലെങ്കിൽ ആ ഫീലിങ്സിനെ, അല്ലെങ്കിൽ ആ സെൻസേഷൻസിനെ നമ്മൾ കൂടുതൽ ഓപ്പൺനെസ് ആയിട്ട്, കൂടുതൽ തുറവിയോടുകൂടി, അതുപോലെ ഒരു ക്യൂരിയോസിറ്റി, ജിജ്ഞാസയോടുകൂടി കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അടുത്തത് ബി യുവർ ഓൺ ബെസ്റ്റ് ഫ്രണ്ട് മീൻസ് എന്താണ്? നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് നമുക്ക് സമയം കണ്ടെത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അടുത്ത നമ്മളുടെ ഏറ്റവും ഒരു ആത്മമിത്രത്തെ സഹായിക്കുന്ന പോലെ തന്നെ നമ്മളും സഹായിക്കുന്നു. കൂടുതൽ എമ്പതിയോടുകൂടി നമ്മൾ കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന നമ്മളുടെ സെൽഫ് കെയറിന്റെ ഒരു ആവശ്യമുണ്ട്. നമ്മളെ തന്നെ സഹായിക്കുന്നു, നമ്മൾ നമ്മളെ തന്നെ ശ്രവിക്കുന്നു, നമ്മൾക്ക് പരിചരണം നൽകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സെൽഫ് കെയർ കാണിക്കുന്നവരായിരിക്കണം. അതുപോലെ സെൽഫ് കമ്പാഷൻ, അത്രയേ ഉള്ളൂ. ഇത്രയും നാളും നമ്മൾ ചെയ്യാതിരുന്ന ആ സെൽഫ് കമ്പാഷന്റെ, അല്ലെങ്കിൽ ആ സെൽഫ് എംപതിയുടെ, അല്ലെങ്കിൽ സെൽഫ് കെയർ കൂടുതലായിട്ട് വരുന്നത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളാണ്. അതിനെ അതുമല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമുക്കറിയാം, നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ട്. എപ്പോഴും നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ കടന്നു വരുന്ന ആ ചിന്തകൾ, അതിൽ നിന്ന് മാറി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൽഫ് ടോക്ക് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കുക, എങ്ങനെയാണ് നമ്മളോട് തന്നെ ഏറ്റവും അടുത്ത നമ്മുടെ തന്നെ സുഹൃത്തായി മാറുന്നത്. നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ അടുത്തറിഞ്ഞ് നമ്മൾ കൂടുതൽ ശ്രവണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ, നമ്മളുടെ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അതുപോലെ തന്നെ മാനസികമായി നമുക്ക് തന്നെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും, ഏറ്റവും നല്ല അടുത്ത സുഹൃത്തായിട്ട് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ തന്നെ ആ വികാരങ്ങളെ, അല്ലെങ്കിൽ നമ്മളുടെ ഫീലിങ്സിനെ നമ്മൾ അക്നോളജ് ചെയ്യാൻ, നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകുക. അലൗ യുവർ സെൽഫ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. നമ്മൾ കൂടുതൽ, അതാണ് വൈകാരികത വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തീരുമാനങ്ങൾ പെട്ടെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യാൻ ഉള്ള ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകും. അവൻ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അവൾ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ എനിക്ക് നീതി ലഭിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളിലേക്ക്, പെട്ടെന്നുള്ള തീരുമാനങ്ങളിലേക്ക് നമ്മൾ എടുക്കുന്നു. അതുപോലെ ആ ഒരു ഇത് കൂടാതെ വിത്തൗട്ട് ജഡ്ജ്മെന്റ്
നമ്മൾ ഒരു കാര്യം ശ്രവിക്കാനും അതേസമയം അതിനെ അംഗീകരിക്കാനും തയ്യാറാകുക. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മളിൽ ഉണ്ടാകുന്ന ആ ഇമോഷണൽ റേഞ്ച് അല്ലെങ്കിൽ ആ അത് എന്തുമാത്രം വൈകാരികമായിട്ടുള്ള സംഘട്ടനങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. അതിനെ നമ്മൾ അംഗീകരിക്കുക. അല്ലെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടുള്ളതാണെന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു അവബോധം നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം സെൽഫ് സൂത്തിങ് ടെക്നിക്സ് ഉണ്ട്. അതായത് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുക. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ മുമ്പിൽ വരുന്ന ഒരാളെ നമ്മൾ എങ്ങനെയാണ് ആശ്വാസം കൊടുക്കുന്നത്? പ്രത്യേകിച്ച് കൗൺസിലേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാൻ പറ്റും. വരുമ്പോഴേക്കും അവരുടെ കാര്യങ്ങൾ കേട്ട് നമ്മൾ എന്താണ് അവരെ കൂടുതൽ സമാധാനിപ്പിക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തന്നെ നമ്മളെ തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സാരമില്ല അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതായത് നമ്മളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മൾ നിരാശരാണ്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സഹതാപം അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കരുണ ആവശ്യമുണ്ട്. ഇത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വെക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ ഏറ്റവും നമ്മുടെ അടുത്ത ഒരു സുഹൃത്തിനെ നമ്മൾ സഹായിക്കുന്നുവോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നുവോ അതേ ഭാഷയിൽ അതേ രീതിയിൽ അനുകമ്പയോടുകൂടി കരുണയോടുകൂടി നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുകയും പെരുമാറുകയും അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് നമ്മൾ ഓരോരുത്തരെയും നമ്മളെ തന്നെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ശ്രമിക്കുന്നു. അത് നമുക്ക് കൂടുതൽ ശാന്തിയും സന്തോഷവും സമാധാനവും നൽകുന്നതാണ്. അടുത്തത് നമ്മൾക്ക് ചെയ്യാവുന്ന മറ്റൊന്നാണ് എൻഗേജ് ഇൻ സെൽഫ് റിഫ്ലക്ഷൻ. അതായത് നമുക്ക് തന്നെ നമുക്കൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അവബോധമുള്ളവരാകുന്നു. അതുപോലെ തന്നെ നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ ഒന്നാണ് ജേർണലിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ജേർണലിംഗ് എന്ന് പറയും. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള വിചാരങ്ങളെ അല്ലെങ്കിൽ അനുഭവങ്ങളെ നമ്മൾ എഴുതിയിടുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു കാര്യമാണെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരും ന്യൂറോളജിസ്റ്റുകളും പറയുന്നത്. അതായത് നമുക്കുണ്ടാകുന്ന ആ ഫീലിങ്സിനെ അല്ലെങ്കിൽ തോട്ട്സ്, വികാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ എഴുതിയിടുന്നു. ഓരോ ദിവസവും എഴുതിയിടുന്നു. അല്ലെങ്കിൽ അതിനാണ് നമ്മൾ മൈൻഡ്ഫുൾ ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ആ വൈകാരികമായിട്ട് എങ്ങനെയാണ് അത് നമ്മളിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിന്റെ സൈഡ് എഫക്റ്റ് അതിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും ചുറ്റുമുള്ള ആ ലോകത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അവബോധം തരുന്നതിനും നമ്മളെ സഹായിക്കും. ഓക്കെ, മറ്റൊന്ന് ഉള്ളത് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ആണ്. എൻഗേജ് ഇൻ സെൽഫ് റിഫ്ലക്ഷന്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് പറയുന്നത് മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 2 പ്രാവശ്യമെങ്കിലും രാവിലെയും വൈകിട്ടും മെഡിറ്റേഷൻ നടത്തുക. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. ഏതായാലും നമ്മൾ ഇപ്പോൾ 1.5 വർഷം 2 വർഷത്തോളം ആകാറായിട്ടുണ്ടെന്ന് തോന്നി ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നു. നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നുള്ളത്. നമ്മൾക്ക് മാത്രമേ നമ്മളിൽ ഉണ്ടാകുന്ന വിചാരങ്ങളെ ഏറ്റവും അടുത്തറിയാൻ സാധിക്കുകയുള്ളൂ. അത് ചിലപ്പോൾ കൂടിയും കുറഞ്ഞും ഇരിക്കും. അതെങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിരിക്കുമ്പോഴാണ്. നമുക്കറിയാം കാലാവസ്ഥാ നിരീക്ഷണം അല്ലെങ്കിൽ മറ്റതുപോലുള്ള പ്രകൃതിയിലെ സംഭവങ്ങളെ കുറിച്ച്, സൈക്ലോൺ വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കാലാവസ്ഥാ നിരീക്ഷകർക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തി മൈൻഡ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അയാളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് അയാളുടെ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള വിചാരങ്ങൾ എന്താണെന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ട്രിഗേഴ്സ് എന്ന് പറയാം. നമ്മൾ ഓരോ സാഹചര്യത്തിൽ നമുക്കുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ട്രിഗേഴ്സിനെ നമുക്ക് അടുത്തറിയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഈ വികാരങ്ങൾ അല്ലെങ്കിൽ ഈ ട്രിഗേഴ്സ് നമ്മളെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ലോകത്തുള്ള ഭൂരിപക്ഷം ആളുകൾ മൈൻഡ്ഫുൾ ആയിട്ടല്ല ജീവിക്കുന്നത്, മൈൻഡ് ഫുൾ ആണ് അവരുടെ. എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ചിന്തയെ ഐഡന്റിഫൈ ചെയ്ത് അവർ അനുദിനം ജീവിക്കുകയാണ്. അങ്ങനെ രീതിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെൽഫ് റിഫ്ലക്ഷന്റെ ഭാഗമായിട്ട് മൈൻഡ്ഫുൾനെസ്സോട് കൂടി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്ട്രെസ്, അതുപോലെ ആങ്സൈറ്റി, ഇതെല്ലാം നമുക്ക് ഒത്തിരി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് സെറ്റ് ബൗണ്ടറീസ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മളുടെ 2 തരത്തിലുള്ള സെറ്റ് ബൗണ്ടറീസ് ഉണ്ട്. അതായത് നമുക്ക് തന്നെ നമ്മൾ എന്തുമാത്രം നമ്മളുടെ വൈകാരികമായിട്ടുള്ള ഈ പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ഒരു ബൗണ്ടറി നമ്മൾ അറിയുക. മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു വറി മൈൻഡ്ഫുള്ളി എന്ന് പറയും. അതായത് നമുക്ക് ആങ്ഷ്യസ് ആകുക അല്ലെ വറി ചെയ്യുന്നത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക എന്ന് പറയും. അപ്പൊ അത് നമ്മളിപ്പോൾ മനസ്സിലാക്കണമെങ്കിലും, അതുപോലെ തന്നെ നമ്മളുടെ ആ
എന്താണ് നമുക്ക് തന്നെ നമ്മളോട് തന്നെ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, മറ്റുള്ളവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ആകാം. ചിലപ്പോൾ സെറ്റ് ബൗണ്ടറീസിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് സേ ടു നോ ടു അതർ പീപ്പിൾ. അപ്പൊ നമുക്ക് തന്നെ ഒരു വേലിക്കെട്ടിനുള്ളിൽ നമ്മളെ നിർത്തുക എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളുടെ ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നമ്മളുടെ വൈകാരികമായിട്ടുള്ള മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിന് ഇത് വളരെ ഉപകാരമുള്ളതാണ്. എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ല ഇഷ്ടമുള്ള നമ്മളുടെ ജീവിതത്തെ ഫുൾഫിൽ ചെയ്യുന്ന നമുക്ക് സന്തോഷം തരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ, പ്രത്യേകിച്ച് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഹോബീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യണം. ഇപ്പൊ ചില ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ ഹോബി എന്ന് പറഞ്ഞാൽ വായന ഉള്ളവരുണ്ടാകും. പക്ഷെ വെറുതെ വായിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോകുന്നതുകൊണ്ട്, സൈക്ലിങ്ങിന് പോകുന്നതുകൊണ്ട്, ഇതൊരു ഹോബിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് നമുക്ക് കൂടുതൽ, അല്ലെങ്കിൽ ചിലപ്പം പ്രത്യേകിച്ച് ചില ആളുകൾക്ക് എഴുതുന്നതായിരിക്കും വളരെ സന്തോഷം നൽകുന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ ലേണിംഗ് സ്കിൽസ് വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ഈ നിമിഷത്തിൽ വ്യാപരിക്കാനും നമ്മളുടെ ആ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെ കൂടുതൽ അറിയാനും നമുക്ക് സാധിക്കും. ബാലൻസ് വർക്ക് ആൻഡ് പ്ലേ, അതായത് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ജോലി ചെയ്യുന്നവരും ചെയ്യാത്തവരും ഉണ്ടാകും. ഒരുപക്ഷെ റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും പലതരത്തിലുള്ള ജോലികൾ ഉണ്ടാകും. എങ്ങനെയാണെങ്കിലും നമ്മളുടെ ജോലി ഒരിക്കലും നമുക്കൊരു ഭാരമായി തീരരുത്, അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആകരുത്. അതിന് പകരം നമ്മൾ കൂടുതലല്ല കുറെ സമയമെങ്കിലും നമ്മൾക്ക് ലിഷറായിട്ട് നമുക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളിൽ, മറ്റു കാര്യങ്ങളിൽ വ്യാപരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ ഒരു വർക്ക് അത് ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ. റെഗുലർ എക്സസൈസ്, റെഗുലർ എക്സസൈസ് ഇതേപ്പറ്റിയൊക്കെ ഈ പറഞ്ഞ പല കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പുള്ള പല ക്ലാസ്സുകളിലും പറഞ്ഞു. പക്ഷേ നമ്മൾ എങ്ങനെയാണ് നമ്മളോട് തന്നെ അടുത്ത ഒരു ഫ്രണ്ട് ആകുന്നത് എന്നുള്ള ആ സൗഹൃദം നിലനിർത്തുന്നതിന്റെ ഒരു ഭാഗമാണ് റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട എക്സസൈസ്. എക്സസൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാനും ദിവസങ്ങൾ നമ്മൾ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശരീരത്തിന് എവിടെയെങ്കിലും വേദനകളോ, സന്ധിവേദനകളോ, എന്തെങ്കിലും അസ്വസ്ഥതകൾ നമുക്ക് തോന്നും. അതുപോലെ ഉന്മേഷം കുറവ് വരും. ഈ ഉന്മേഷക്കുറവ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നമ്മളുടെ മാനസികമായിട്ട് നമ്മളെ തളർത്തും. അപ്പം ശരീരവും മനസ്സും എന്ന് പറയുന്നത് അതിന് വേണ്ടത്ര വ്യായാമം കൊടുക്കുക. ശരീരത്തിന്റെ വ്യായാമം എന്ന് പറയുന്നത് നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ മാനസികമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്മളുടെ കുറച്ചൊക്കെ മെഡിറ്റേഷൻ നടത്തുക, ലിഷർ ടൈം കണ്ടെത്തുക, വെറുതെ ഇരിക്കാൻ പഠിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അടുത്തത് ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം, നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള നറിഷിംഗ് ആയിട്ടുള്ള ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. വിലപിടിപ്പുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും എല്ലാ ദിവസവും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുക അങ്ങനെയൊന്നുമല്ല. പക്ഷെ നമുക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് ഓരോ പ്രായത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള എനർജി കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മളോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഒന്നാണ്. ചില ആളുകളുണ്ട്, അമിതമായി ഭാരമുള്ളവരുണ്ട്. ആ അമിതമായ ഭാരമുള്ള ആളുകൾക്ക് എന്ത് കണ്ടാലും കഴിക്കുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെയുള്ളവരുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളോട് തന്നെയുള്ള ആ സ്നേഹക്കുറവ്, അല്ലെങ്കിൽ നമ്മളോട് തന്നെയുള്ള കരുണയുടെ കുറവാണ് ആ കാണിക്കുന്നത്. നമുക്ക് എന്തുമാത്രം ആഹാരം വേണമെന്നും അതിനനുസരിച്ച് ലിമിറ്റഡ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സ്വഭാവം നമ്മൾ വളർത്തുക. റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, നമുക്ക് ആവശ്യമുള്ളിടത്തോളം ഉറക്കം നമ്മൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്തുക. ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാരും അതുപോലെ ന്യൂറോളജിസ്റ്റുകളും പറയുന്നത്, അവരുടെ അഭിപ്രായത്തിൽ 8 മുതൽ 9 മണിക്കൂർ വരെ ഒരു മനുഷ്യൻ ഉറങ്ങാം എന്നുള്ളതാണ്. അത് കൃത്യസമയത്ത് ഉറങ്ങാൻ പോകുന്നത്, അങ്ങനെ ഒരു ശീലം നല്ലതാണ്. രാത്രി കാലങ്ങളിൽ ഒത്തിരി ഉണർന്നിരിക്കരുത് എന്നുണ്ട്. ഏതായാലും നമുക്ക് റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഉറക്കം നമുക്ക് ആവശ്യമുണ്ട്. എസ്പെഷ്യലി നമ്മൾ ബെഡിൽ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കുകയോ, അല്ലെങ്കിൽ അതുപോലുള്ള വാർത്തകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. കാരണം അത് ഒരുപക്ഷെ നമ്മളെ അലട്ടും, ഉറക്കത്തെ ശല്യപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണ്ട വിധത്തിൽ നമ്മൾ വേണ്ടത്ര ഉറക്കം കിട്ടത്തക്ക രീതിയിൽ, അതുപോലെ തന്നെ നമ്മളുടെ TV, അതുപോലെ നമ്മളുടെ മോണിറ്ററുകൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊന്നും 1 മണിക്കൂർ മുമ്പ് സ്വിച്ച് ഓഫ് ചെയ്യണമെന്നാണ് ഏറ്റവും ചുരുങ്ങിയത്. കാരണം ഈ ബ്ലൂ ലൈറ്റ് ഫിൽറ്ററിങ് നമ്മളുടെ കണ്ണിലെ
കണ്ണിലേക്ക് വന്നാൽ പല ആളുകൾക്ക് ഉറങ്ങാൻ സാധിക്കാതെ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളോട് തന്നെ കാണിക്കുന്ന സ്നേഹത്തിന്റെ, കരുണയുടെ ഒരു ഇതാണ്. ദെൻ അഫർമേഷൻസ് ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമുക്ക് എന്തെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ മോശമായ പെരുമാറ്റം കൊണ്ടോ അഭിപ്രായം കൊണ്ടോ നമ്മളെ അടിച്ചു താഴ്ത്തുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് തീർച്ചയായിട്ടും ചില ആളുകൾ ഇത് ശരിയല്ല എന്ന് പറയുന്നവരുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുന്നത് കൊണ്ട് ഏറ്റവും നല്ല ഗുണങ്ങൾ ഉണ്ടാകുമെന്നാണ് സൈക്കോളജിസ്റ്റുകളും അതുപോലെ ന്യൂറോളജിസ്റ്റുകളും പറയുന്നത്. കാരണം നമ്മുടെ ന്യൂറൽ പാത്ത് വേസ് ഉണ്ടാകും. അപ്പം നെഗറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുന്നതിൽ അതിന് വേണ്ടിയിട്ടുള്ള ന്യൂറൽ പാത്ത് വേസ് ആണ് നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അനുസരിച്ച് നമ്മളുടെ ബ്രെയിൻ നിർമ്മിക്കുന്നത്. അപ്പൊ കൂടുതലായിട്ട് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ആ അഫർമേഷൻസ് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം നമ്മൾ കണ്ടെത്തുക. അതിനു വേണ്ടിയിട്ടുള്ള നമ്മളുടെ പോസിറ്റീവ് അഫർമേഷൻസ് അല്ലെങ്കിൽ നല്ല മന്ത്ര നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ചലഞ്ച് ദി നെഗറ്റീവ് തോട്ട്സ്. നമുക്കുണ്ടാകുന്ന ചിന്തകളെ അറിയുക. അതാണ് ഞാൻ പറഞ്ഞ ഒരു നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വാർണിംഗ് സിസ്റ്റം നമ്മളുടെ ഇന്റേണൽ ആയിട്ട് നമുക്ക് വേണം. അതാണ് മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കുന്നത്. കാരണം നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ അനുനിമിഷം നമ്മളിൽ ഉണ്ടാകുന്ന ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിനെ നമുക്ക് വേണ്ടത്ര അവധാനപൂർവ്വം അല്ലെങ്കിൽ വേണ്ടത്ര അവബോധത്തോടു കൂടി അറിയുന്നതും, അതുപോലെ തന്നെ നെഗറ്റിവിറ്റിയെ നമ്മൾ ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കൺട്രോൾ എന്ന് പറയത്തില്ല, അറിയുക, അംഗീകരിക്കുക, അതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുത്താനുള്ള ഒരു കഴിവ് നമ്മൾക്ക് തീർച്ചയായിട്ടും സഹായിക്കും. അത് നമ്മളുടെ പോസിറ്റീവ് ആൻഡ് ഒരു റിയലിസ്റ്റിക് ചിന്താഗതിയിലേക്ക് നമ്മളെ വളർത്തുന്നതിന് സഹായിക്കും. മറ്റൊന്ന്, സറൗണ്ട് യുവർസെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. ഇത് ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും അറിയുന്നതാണ്. നമ്മൾ എപ്പോഴും നെഗറ്റീവ് ആകുന്നത് എങ്ങനെയാണ്? കൂടുതൽ നെഗറ്റിവിറ്റി ഉള്ളവരുടെ കൂട്ടത്തിൽ പോകുന്നതുകൊണ്ടാണ്. നമ്മളൊരു പക്ഷേ മദ്യപാനികളാകുന്ന ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ യുവത്വത്തിൽ ചില ആളുകൾ മദ്യപാനങ്ങളും അല്ലെങ്കിൽ മറ്റതുപോലെ ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൂട്ടുകെട്ടുകളാണ്. അത് ഏത് പ്രായത്തിൽ ഏതെല്ലാം തരത്തിലുള്ള റിലേഷൻഷിപ്പിനെ ആശ്രയിച്ചിരിക്കും. ഇതുപോലെ തന്നെയാണ് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും അതേക്കുറിച്ച് എപ്പോഴും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മൾ കൂട്ടുകെട്ടുണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഗ്രാജുവലി നമ്മളും നെഗറ്റീവായിട്ടുള്ള ചിന്തയിലേക്ക് പോകും. അത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമാകാം, അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ സാമൂഹ്യമായിട്ടുള്ളതോ സാംസ്കാരികമായിട്ടുള്ളതോ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തിനെക്കുറിച്ചും ആകാം. പക്ഷെ അത് നമ്മൾക്ക് ഒരിക്കലും നന്മയല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും അതുകൊണ്ട് ഉപകാരമില്ല എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾക്ക് കൂടുതൽ ഒരു പോസിറ്റീവായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ തിരിച്ചറിയുക. അവരെ ഉപേക്ഷിക്കണമെന്നോ അവരെ തള്ളിക്കളയണമെന്നോ അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കുറയ്ക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്കറിയാം. പക്ഷെ അവരെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സഹായിക്കാമെങ്കിൽ അവരെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കാം. എങ്ങനെയാണെങ്കിലും അതിനൊരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി എന്ന് പറയാൻ സാധിക്കും. ദെൻ അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള കോണ്ടാക്ട് കുറയ്ക്കുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് കൂടുതൽ മാനസികമായിട്ടുള്ള ഊർജം, അതുപോലെ എനർജി, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികൾ നമുക്കുണ്ടാകും. നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് നമുക്ക് സഹായിക്കും. ദെൻ റെക്കഗ്നൈസ് സ്മോൾ വിൻസ്. വലിയ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കരുത്. ചെറുതായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എഴുതി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അത് സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കണം. ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക, വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നോക്കരുത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ആള് നാഷണൽ അവാർഡ് കിട്ടാത്തതിനെ കുറിച്ചുള്ള ചെയ്തിട്ട് കാര്യമില്ല. ഏറ്റവും ചെറിയ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാണുക, അത് നമ്മളോട് തന്നെ പറയുക, യു ഹാവ് ഡൺ സംതിങ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നല്ല കാര്യം ചെയ്തതിലുള്ള ഏറ്റവും നിസാരമായിട്ടുള്ള കാര്യങ്ങൾ അടുത്തറിയാൻ സാധിക്കുന്നത് നമുക്കാണ്. അതിൽ നമ്മൾ കൂടുതൽ സന്തോഷം കണ്ടെത്തുക. അതുപോലെ തന്നെ സെലിബ്രേറ്റ് ഇറ്റ്. നമ്മൾ നമുക്ക് തന്നെ മറ്റുള്ളവരോട് പറയുക അല്ല, പൊങ്ങച്ചം പറയുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് വലിയ കാര്യങ്ങളാണെന്ന് പറയുന്നതല്ല. ബട്ട് വി ക്യാൻ സെലിബ്രേറ്റ് ഇറ്റ്. ചെറിയ കാര്യങ്ങളിൽ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ എഫേർട്ടുകളെ നമ്മൾ അത് വേണ്ടത്ര റെക്കഗ്നൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മൾ ഉണ്ടാക്കുക. അതുപോലെ നമുക്ക് മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്ന റിവാർഡ് യുവർ സെൽഫ്. ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പം എന്തെങ്കിലും നമ്മൾ ചെയ്തതിന്റെ സക്സസിന്റെ പേരിൽ നമുക്ക് തന്നെ സമ്മാനം കൊടുക്കണമെന്നല്ല, മാനസികമായിട്ടെങ്കിലും അതിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അത് വീണ്ടും വീണ്ടും ഓർക്കാനും
അതുപോലെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് വഴി നമ്മളുടെ ആ ചെറിയ കഴിവുകളെ അത് വലിയൊരു ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. നമ്മൾക്ക് അതുപോലെ കൂടുതൽ അച്ചീവ് ഗോൾ ആൻഡ് ചലഞ്ചസിനെ നമുക്ക് അഭിമുഖീകരിക്കുന്നതിന് നമുക്ക് സാധിക്കും. മറ്റൊന്ന് എൻജോയ് യുവർ കമ്പനി. അതായത് കൂടുതൽ നമ്മളോട് തന്നെയുള്ള സമയം, നമുക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം കണ്ടെത്തുക. മെഡിറ്റേഷൻ ഒന്നാണ്. അതുപോലെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മളുടെ ആ സോളിറ്റ്യൂഡ്, ഈ ഇംഗ്ലീഷിൽ, മലയാളത്തിലും ജർമ്മനിലും ഫ്രഞ്ച് ഇതുപോലുള്ള ഭാഷകളിലൊക്കെ ഈ എന്താണ് ടു ബി എലോൺ അല്ലെങ്കിൽ സോളിറ്റ്യൂഡ് എന്നുള്ളൊരു വാക്കില്ല. മലയാളത്തിലും ഇല്ല. ഏകാന്തത എന്ന് പറയുന്നതല്ല, സോളിറ്റ്യൂഡ് എന്നുള്ളതിന്റെ ഒരു വാക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാം. സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അത് പോസിറ്റീവാണ്, വളരെ പോസിറ്റീവാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളിലേക്ക് അല്ലെങ്കിൽ ഒരു സോളിറ്റ്യൂഡ് ഒന്നുകിൽ ഏകാന്തതയിലേക്ക് നമുക്ക് പോകാം. പക്ഷെ അത് ഒരു ലോൺലിനെസ് അല്ല. അപ്പൊ അതുപോലെയുള്ള അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. ഉദാഹരണമായിട്ട് 5 മിനിറ്റ് ഒരു ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ജോലിക്കിടയിലോ മറ്റേതെങ്കിലും സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോഴോ ഒരു 5 മിനിറ്റ് മൈൻഡ്ഫുൾ ബ്രേക്ക് നടത്തുക. അല്ലെങ്കിൽ നമ്മളുടെ ഓരോ സാഹചര്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് കാണുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് തന്നെ ഒന്നുകിൽ കണ്ണടച്ചിരിക്കുക, കണ്ണ് തുറന്നിരുന്നാൽ പോലും ആ ഏകാന്തതയെ ഇഷ്ടപ്പെടാൻ പഠിക്കുക എന്നുള്ളതാണ്. കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിലച്ചുകൊണ്ട് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതൊന്നുമല്ല മറ്റുള്ളവരോട് ഏതെങ്കിലും തരത്തിലുള്ള സംസാരിച്ചുകൊണ്ടിരിക്കാതെ കുറെയൊക്കെ ഒരു സെൽഫ് ഡിസ്കവറിക്ക് വേണ്ടിയിട്ട് എടുക്കുക. അടുത്തത് നമ്മളുടെ പ്രകൃതിയുമായിട്ടുള്ള നമ്മളുടെ ആ ബന്ധം. ഇപ്പം പുതിയതായിട്ട് സൈക്കോളജിസ്റ്റിലും ന്യൂറോളജിസ്റ്റിലും ഒരുപോലെ പറയുന്നതാണ്, പ്രകൃതിയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രകൃതിയിൽ കുറേയൊക്കെ സമയം ഒരു ദിവസം ചെലവഴിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെലവഴിക്കാൻ ശ്രമിക്കുക. അപ്പൊ നാട്ടിലുള്ള ആളുകൾക്കാണെങ്കിൽ വർഷം മുഴുവൻ എല്ലാ ദിവസവും, ഞങ്ങൾക്കൊക്കെയാണ് വിന്റർ വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. അല്ലെ ചൂടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കണം. നിങ്ങൾക്കാണെങ്കിൽ വരാന്തയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗാർഡൻ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി ഇരുന്ന് ഞാൻ പറഞ്ഞ ആ പക്ഷികളുടെ ചിലക്കൽ അല്ലെങ്കിൽ ഒരു പൂവിനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു തണുത്ത കാറ്റ് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. കാറ്റായിക്കോട്ടെ, അതിനെയും നമ്മൾ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. അതാണ് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസിന്റെ ഒരു പ്രത്യേകത. സോ കണക്ട് വിത്ത് യുവർ സെൽഫ് വിത്ത് എ ഡീപ്പർ ലെവൽ ഓഫ് വിത്ത് ദി നേച്ചർ. നേച്ചറിന് വേണ്ടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്നേഹത്തിന്റെ പ്രകടനമാണ്. സെൽഫ് കമ്പാഷൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സെൽഫ് കമ്പാഷന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് സെൽഫ് കമ്പാഷൻ നമ്മൾ കൊടുക്കുക. അതായത് നമുക്കൊരു പരാജയം വന്നു അല്ലെങ്കിൽ പരാജയമാണെന്ന് മറ്റുള്ളവർ പറയുന്നു, മറ്റുള്ളവർ നിരാകരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള സമയത്താണെങ്കിൽ നമുക്ക് തന്നെ ദേഷ്യം വരും, അല്ലെ? നമ്മൾ ഫാമിലിയിലായിരിക്കും, അല്ലെ ജോലി സ്ഥലത്തായിരിക്കും, മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെ മറ്റുള്ളവർ മോശക്കാരായി കാണുകയോ ഇടിച്ചു താഴ്ത്തുകയോ ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളും അതേ ഇത് പറയും. യു ആർ എ ഫൂൾ എന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മളത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഐ ആം എ ഫൂൾ ഓർ ഐ ഡിഡ് എ മിസ്റ്റേക്ക്. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പൊതുജനത്തിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നമ്മുടേതായ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വയലേഷൻ നടത്തണമെന്നോ എല്ലാവരോടും റിവോൾട്ടായിട്ട് ജീവിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. അതായത് ആരും ആകാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് പോകാനുള്ള അല്ലെങ്കിൽ അതിൽ ജീവിക്കാനുള്ള ഒരു തൻ്റെ ഇടം നമുക്കുണ്ടാകണം. ഇതിന് നമ്മളുടെ എന്തെങ്കിലും അത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് സഹിക്കുന്നതിന് പകരം അങ്ങനെയുള്ള ഒരു സന്ദർഭം, അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കമ്പാഷൻ നമ്മളിലേക്ക് കൊടുക്കുക. നമുക്ക് തന്നെ ചെയ്യാം, സാരമില്ല. നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ പോയി പറയുകയാണ്, അവൻ എന്നെ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ അവൻ എന്നോട് അപമര്യാദയായിട്ട് പെരുമാറി, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട നീതി ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അവർ പറയല്ലേ സാരമില്ല, അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ചിന്തിക്കാം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ നമ്മളോട് തന്നെ പറയുക. എന്താണ്? സെൽഫ് ബ്ലെയിം അല്ലെങ്കിൽ സെൽഫ് ക്രിറ്റിസിസത്തിലേക്ക് പോകാതെ നമ്മൾ തന്നെ കൂടുതൽ സെൽഫ് കമ്പാഷൻ മെഡിറ്റേഷൻ വഴി നമുക്ക്, അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കുക. പെട്ടെന്ന് ചാടി ഒരു തീരുമാനത്തിലേക്ക് പോവുക അല്ലെങ്കിൽ യുക്തിരഹിതമായ രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഇവിടെ നമ്മളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്.
നമ്മളോട് തന്നെയുള്ള നമ്മളുണ്ടല്ലോ മോശക്കാരനാണ്, അല്ലെങ്കിൽ ചീത്തയാണ് ഞാൻ, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളരുതാത്തവനാണ്, അല്ലെങ്കിൽ അങ്ങനെ തെറ്റുപറ്റി, അല്ലെങ്കിൽ വലിയൊരു കുറ്റക്കാരനാണെന്നുള്ള ആ ഒരു ഫീലിങ്സിലേക്ക് പോകാതെ കുറെ കൂടി യാഥാർത്ഥ്യത്തിലേക്ക് വരാനും നമ്മളുടെ ചിന്തകളിലും നമ്മളുടെ വികാരങ്ങളിലും ഹാർഷായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് എടുക്കാതെ നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ സെൽഫ് കെയർ ചെയ്യാനുമുള്ള ഒരു മനസ്ഥിതി നമ്മൾ വർദ്ധിപ്പിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷം, സമാധാനം ഇതൊക്കെ നമുക്ക് ലഭിക്കും. അടുത്തത് ബെനിഫിറ്റ്സ് ആണ്. ബെനിഫിറ്റ്സ് ഇത്രയും പറഞ്ഞത് കൊണ്ട് എന്താണ് ഇതിങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രീതിയിലുള്ള ഒരു ചിന്താഗതി, ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ ഞാൻ പറയുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് കൂടുതൽ സെൽഫ് കമ്പാഷൻ ഉണ്ടാകും. നമ്മളോട് തന്നെ നമുക്ക് ദേഷ്യം തോന്നിയേല, നമ്മളെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാനും, കൂടുതൽ നമ്മളുടെ ഈ അക്സെപ്റ്റൻസിന്റെ ഒരു ഭാഗമാണ് നമ്മളുടെ നമ്മളുടെ മാനസിക ആരോഗ്യം. അതുപോലെ മാനസികാരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നമ്മളുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം. അനാവശ്യമായ അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്ന പല രോഗങ്ങളും അതുപോലെയുള്ള നമ്മുടെ ശരീരത്തിനെ നമ്മൾ പീഡിപ്പിക്കുന്ന ആ രീതി നമുക്ക് മാറ്റാൻ സാധിക്കും. സോ അതാണ് ഒന്ന് സെൽഫ് കമ്പാഷൻ, ദെൻ ഇംപ്രൂവ്ഡ് സെൽഫ് എസ്റ്റീം. നമുക്ക് നമ്മളോട് തന്നെ കൂടുതൽ സെൽഫ് എസ്റ്റീം നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ഇതുപോലെ നമ്മളെ തന്നെ കൂടുതൽ കെയർ ചെയ്ത് നമ്മളോട് തന്നെ, പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള ആ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് വഴി നമ്മളെ കൂടുതൽ ഔദാര്യം അതുപോലെ തന്നെ കൂടുതൽ സ്നേഹം നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, മറ്റൊന്ന് നമ്മളുടെ എൻഹാൻസ്ഡ് റെസീലിയൻസ് ആണ്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശാന്തത നമുക്ക് അനുഭവപ്പെടും. നമ്മളോട് തന്നെ ആ പ്രശാന്തത, നമ്മൾ പ്രശാന്തരായിട്ടുള്ള ഒരു റെസീലിയന്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ഇടപെടുന്ന എല്ലാവരുമായിട്ട് നമുക്ക് കൂടുതൽ റെസീലിയൻസ്, നമുക്ക് സൗഹാർദ്ദം, സ്നേഹം അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഗ്രേറ്റർ സെൽഫ് അവയർനെസ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കൂടുതൽ അവബോധം നമ്മളിൽ ഉണ്ടാകും. ദെൻ കൂടുതൽ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും. ദെൻ ഹെൽത്തിയർ റിലേഷൻഷിപ്പ്. ഇതാണ് റെസീലിയന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരോട്, നമ്മളോട് തന്നെയുള്ള ആ സെൽഫ് ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇത്രയും കാലം നമ്മൾ ദേഷ്യപ്പെട്ടും അല്ലെങ്കിൽ നമ്മൾ തന്നെ കെയർ ചെയ്യാതെയും ഒക്കെ ജീവിച്ചിരുന്ന അതിൽ നിന്ന് നമ്മൾക്ക് തന്നെ സെൽഫ് കെയർ ചെയ്യാൻ പറ്റും. നമ്മളോട് തന്നെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകും. ആ റിലേഷൻഷിപ്പ് തീർച്ചയായും നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആളുകളോടുള്ള ആ റിലേഷൻഷിപ്പിനെ സഹായിക്കും. ഓക്കെ, അടുത്തത് മോട്ടിവേഷൻ ആൻഡ് ഗോൾ അച്ചീവ്മെന്റ്. നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാന്ന് പറയും, ഒന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നേരം വെളുക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുക. നടക്കാൻ പോകാൻ പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും എക്സസൈസ് ചെയ്യാനുള്ള ഒന്നുമില്ല, ആരുമായിട്ട് സൗഹൃദം പുലർത്തുന്നൊന്നുമില്ല. അപ്പൊ അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ട് കൂടുതൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അടുത്ത ഒന്ന് റെഡ്യൂസ്ഡ് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. നമ്മൾ ഇങ്ങനെ ആ ഡിപ്രഷന്റെ ആയിട്ടുള്ള ലെവലിലേക്കൊക്കെ എത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിപ്രസീവ് ആയിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആങ്സൈറ്റി, വറി, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് സാധിക്കും. ദെൻ ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ്. വികാരപരമായിട്ടല്ല നമ്മൾ തീരുമാനം എടുക്കുന്നത്, കുറെ കൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ആ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി നമുക്കുണ്ടാകും. നമ്മൾ തന്നെ തീരുമാനിക്കുന്നു. നമുക്ക് എല്ലാ കാര്യത്തിനും മറ്റുള്ളവരോട് ചോദിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഇമോഷണൽ സ്റ്റെബിലിറ്റി. വൈകാരികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളോട് തന്നെ സൗഹൃദം കാണിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ ചോദ്യോത്തരങ്ങൾ ഉണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു സർ. എങ്ങനെ നമുക്ക് നമ്മുടെ കൂട്ടുകാരനാകാം, ബെസ്റ്റ് ഫ്രണ്ട് ആകാം എന്നാണ് നമ്മൾ കേട്ടത്. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ സെഷൻ കൂടി ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. മനോജ് കുമാർ സർ, എന്തെങ്കിലും? ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ പോകാം സാർ. അതിനുശേഷം നമുക്ക് 20 മിനിറ്റ് ആണ്. ഇന്ന് 1-2 പേര് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ അറിവിലേക്ക് പറയാണ്, 20 മിനിറ്റ് ആണ്. ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഞാൻ സംസാരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ സാറേ, എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ, പ്ലീസ്. ചെയ്യാം. സെക്കൻഡ്.
കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം സർ, കേൾക്കാം സർ, കേൾക്കാം. ഓക്കെ, നൗ വി സ്റ്റാർട്ട്.
And when you are ready with the awareness, gently open your eyes. The meditation is over now. Good evening. ഓക്കെ സർ, താങ്ക് യു. മനോജ് കുമാർ സാർ, പ്ലീസ്. സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ഞാൻ സാറ്, എൻ്റെ പേര് മനോജ് കുമാർ തന്നെയാണ് സാർ പറഞ്ഞ വരെ. ഞാൻ ഈ സെഷനിൽ ജോയിൻ ചെയ്തത് ഡ്രൈവ് ചെയ്തുകൊണ്ട് വന്നപ്പോഴായിരുന്നു. ഇപ്പൊ വീട്ടിൽ ഞാൻ എത്തി. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് മസ്കറ്റിലാണ്. ഈ ഡീസാലിനേഷൻ പ്രോസസ്സിലൊക്കെ പ്രൊഫഷൻ. ബ്രേക്ക് ആവുന്നുണ്ട് സാറേ. ഓക്കെ, റൈറ്റ്. 1 സെക്കൻഡ്, ഞാൻ എൻ്റെ വേറൊരു സ്ഥലത്തോട്ട്. ഇപ്പൊ കേൾക്കാവോ സാർ? യെസ് യെസ് ഷുവർ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എൻ്റെ പേര് മനോജ് കുമാർ എന്നാണ്. ഐ ആം ഫ്രം കൊച്ചിൻ. കറന്റ്ലി ഞാനുള്ളത് മസ്കറ്റിലാണ്. എൻ്റെ പ്രൊഫഷൻ, ഐ ആം എ വാട്ടർ ട്രീറ്റ്മെന്റ് പ്രൊഫഷണൽ, ലൈക്ക് സീ വാട്ടർ ഡീസാലിനേഷൻ, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, അതൊക്കെയാണ് എൻ്റെ കരിയർ. വർഷങ്ങളായിട്ട് ഗൾഫ് കൺട്രികളിൽ തന്നെയാണ്. ഇപ്പൊ ഞാനൊരു കൺസൾട്ടന്റ് ആയിട്ട് ഇവിടെ മസ്കറ്റിൽ വന്നിരുന്നു. ലാസ്റ്റ് വീക്ക് ഐ വാസ് ഇൻ ദുബായ്. സോ അതാണ് ഒരു വെള്ളവുമായിട്ടുള്ള ഒരു ബന്ധമാണ് എനിക്കുണ്ടായിരുന്നത്. ഇപ്പോഴും ഉള്ളത്. സ്റ്റിൽ ഐ എം ലാസ്റ്റ് 32 years ഐ എം ഇൻ ദ സെയിം പ്രൊഫഷൻ. സാറിന്റെ മെഡിറ്റേഷൻ എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. അത് പല എൻ്റെ സബ്ജക്റ്റും സാറ് ഗൈഡ് ചെയ്തൊക്കെ വളരെ ഒരു വ്യത്യസ്ത അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ തിരക്കിനിടയിൽ എന്നെപ്പോലുള്ളവർക്ക് വലിയ ഉപകാരമാണ്. തിരക്കിനിടയിൽ പലപ്പോഴും ഇതൊന്നും നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റാറില്ല എപ്പോഴും. അപ്പം വളരെ നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. ഞാൻ അതിന്റെ ഒരു ഡെപ്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടി. അപ്പൊ താങ്ക് യു വെരി മച്ച് സാർ. സാറിന്റെ 77ാമത്തെ പ്രോഗ്രാമാണ്, 77ാമത്തെ മെഡിറ്റേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ബുധനാഴ്ചയും സാറിന്റെ മെഡിറ്റേഷനും എല്ലാ യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സാർ, ഞാൻ അതൊക്കെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് ഇൻ ദിസ് വണ്ടർഫുൾ ഗ്രൂപ്പ്. എല്ലാവരും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. So I'll be joining on a regular. I'll find out time to join this such group. Thank you very much, sir. Sure, sir. Thank you. ആന്റണി സാറ് വിയന്നയിൽ നിന്നാണ് പങ്കെടുക്കുന്നത്. സാറ്, ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചൊന്നും എനിക്ക് സാറ് ചോദിച്ചിരുന്നു എന്നോട്. അപ്പൊ ഡ്രൈവ് ചെയ്തിരുന്നോണ്ട് എനിക്ക് വീട്ടിൽ വരാൻ പറ്റിയില്ല. ഐ നോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. റോയ് സർ. സാറേ, അവനവന്റെ അനന്ത സാധ്യതകളെ തിരിച്ചറിയുക എന്ന് പറയുക ഒരു വലിയ ടാസ്ക് തന്നെ. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടതായ ഘടകങ്ങളാണ് സാർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള ചലഞ്ചസ് വരുമ്പോൾ അതിനെ നേരിടാൻ പറ്റും. അതുപോലെ അതിനുള്ള ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, സൂത്തിങ് ടെക്നിക്കുകൾ, ഇതെല്ലാം. പക്ഷേ ഇതൊന്നും ഒരു സുപ്രഭാതം കൊണ്ട് പറ്റുകയില്ല. ഇത് ഈ പറയുന്ന കാര്യങ്ങളും അതിൻ്റെ ബെനിഫിറ്റ്സുകളും സാർ പറഞ്ഞ പോലെ സെൽഫ് കമ്പാഷൻ ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം വേണം, റെസിലിയൻസ്, ഒരു പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് മടങ്ങി വരാനുള്ള ആ ഒരു റെസിലിയൻസ്, സെൽഫ് അവെയർനെസ്, പിന്നെ റിലേഷൻഷിപ്പ്, ഇതെല്ലാം ഗോൾ അച്ചീവ്മെന്റ്, ഇതൊക്കെ നേടാനായിട്ട് നമുക്ക് പറ്റും, സംശയം വേണ്ട. പക്ഷേ അതിന് നമ്മൾ തന്നെ തീരുമാനിച്ച് സാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ഇതെല്ലാം പ്രാക്ടിക്കലാക്കാൻ നോക്കുക. അതുവഴി നോൺ ജഡ്ജ്മെന്റലായിട്ട് ഒരു വികാരപരമായ വിഷയം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ബേജാറാവാതെ
അതുപോലെ ഒരു ജഡ്ജ്മെന്റിനോട് കൂടി അത് കൂടുതലാണ്. ഒരു നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള അപ്രോച്ചും ഒക്കെ ഇത് പ്രാക്ടീസ് ചെയ്ത് അതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളത് ശരിക്കും എൻജോയ് ചെയ്യുന്നത്. അത് കുറേയൊക്കെ എൻജോയ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൽ തന്നെ ആകർഷണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാർ ഇതിന് മുമ്പും ഈ മെഡിറ്റേഷനിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരവസരമാണ് ഇപ്പോൾ സാറുണ്ട്. വളരെ ഇതായിട്ടുള്ള ഒരു കാര്യമാണ്, അതിന് സംശയം വേണ്ട. പിന്നെ സാറ് പറഞ്ഞ പോലെ നമ്മൾക്കിപ്പോൾ പല തെറ്റിദ്ധാരണകളും നെഗറ്റീവ് പീപ്പിൾ ആയിട്ടുണ്ടെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യാന്നല്ല, നെഗറ്റീവ് പീപ്പിളുമായിട്ടുള്ള അടുപ്പം പോസിറ്റീവായിട്ട് കാണാൻ പറ്റുക എന്ന് പറയാം. അല്ലാതെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ നെഗറ്റീവ് നമ്മുടെ പോസിറ്റിവിറ്റിയിലൂടെ നമ്മൾ കാണാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. പല കാര്യങ്ങളും നമ്മൾ ആ വേർഡ് ബൈ വേർഡ് നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും അത് അറ്റൈൻ ചെയ്യാൻ പറ്റും. താങ്ക് യു സർ. താങ്ക് യു. ശരിക്കും ഈ കാലഘട്ടങ്ങളിൽ ഈ നമ്മൾ സെൽഫിലേക്ക് കടന്നു വരാനുള്ള ഒരു മടിയുള്ള സമയം. കാരണം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചുറ്റുപാട് ഓടിക്കൊണ്ടിരിക്കില്ല. അപ്പൊ ഇനി നമുക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള സാധ്യത കുറയുന്നൊരു സമയത്താണ് സത്യത്തിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ എത്രമാത്രം അഗ്രസീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ട്രൂ സെൽഫിനെ, അല്ലെ, നമ്മുടെ യഥാർത്ഥ ട്രൈറ്റ്സിനെ ഒക്കെ തിരിച്ചറിയാൻ, നമ്മളിൽ എന്തുണ്ടെന്ന് അറിയാനൊക്കെ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം. ഇനി ആരാ പറയുന്നത്? രമാവതി മാം റെഡിയാണോ? സലീമ മാം, മീനാക്ഷി മാം ഉണ്ടോ? യെസ് സാറേ നമസ്കാരം. സാറിന്റെ മെഡിറ്റേഷന് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്. കാരണം കുറച്ച് എന്തായാലും ഈ ക്ലാസ് 7 മണിക്ക് സാബു സാറ് എന്റെ ക്ലാസ്സിന്റെ സമയം 7 മണി ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് കഴിച്ചു കഴിയാറില്ല. എന്നിരുന്നാലും ഇങ്ങനെയുള്ള സമയത്ത് മെഡിറ്റേഷൻ ഒക്കെ കിട്ടാന്ന് വെച്ചാൽ അനുഗ്രഹം സാറേ. കാരണം മെഡിറ്റേഷന് പറ്റിയ സമയമാണ് ഈ സന്ധ്യാസമയം, അതുപോലെ രാവിലെ അതിരാവിലെ ആ സമയത്ത് തന്നെ സാറ് ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പം അമ്പലങ്ങളിലൊക്കെ പോയിട്ട് അവിടെ ഒന്ന് നല്ല ഇങ്ങനെ മണിയടിച്ച് ഇങ്ങനെ അതിങ്ങനെ ഉണർത്തുകയാണ് ദൈവത്തിന്. അതുപോലെ സാറിന്റെ മെഡിറ്റേഷനിൽ ഈ ഇങ്ങനെയുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് വളരെ നല്ലതാണ് സാറ്. പിന്നെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് സാറേ. എനിക്ക് എന്റെ ഇപ്പോഴുള്ള അനുഭവമല്ല, മുമ്പ് ഞാൻ ചെയ്യാറുള്ളത് ചിലപ്പം എന്തെങ്കിലും വിഷമം വന്നാലുണ്ടല്ലോ സാറേ, ഞാൻ ആരുമില്ലാത്ത സമയത്ത്, വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കണ്ണാടി പോയിട്ട് പറയാം, എന്നാലും നീ എന്തിനാ ഇങ്ങനെ അതൊരു എനിക്കൊരു ശീലമായിരുന്നു. വിഷമിക്കുമ്പോ വിഷമിക്കണ്ടെന്നും കണ്ണാടി നോക്കി കരയാ കുറച്ചു നേരം, അങ്ങനെ ആ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര തിരക്കാ സാറേ, അതിനൊന്നും സമയമില്ല. ലൈഫില് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ ലൈഫിൽ എല്ലാത്തിനും എൻഗേജ്ഡ് ആയതുകൊണ്ട് തിരക്കാണ്, ഒന്നിനും സമയമില്ല. പെൻഷൻ ആകുന്നതിന് മുന്നേ ഇത്ര ജോലി സർവീസിലുണ്ടാകുമ്പോ ഇത്ര എനിക്ക് തിരക്കുണ്ടായിരുന്നില്ല സാറേ. പെൻഷൻ ആയതിനു ശേഷം ഇങ്ങനെ തിരക്ക് തുടങ്ങിയത്. അപ്പം അതിലിപ്പം നല്ല കൂട്ടുകാരാണെങ്കിൽ, ഇപ്പൊ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, 2 പേരുണ്ട്. അതിൽ 2ലും നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അതില് നല്ല തിക്ക് ഫ്രണ്ടാണ്. അതുകൊണ്ടുണ്ടല്ലോ സാറേ, എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. നല്ല ഉപദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നത് വളരെ എന്താ പറയണ്ടേ, അത് സാറ് പറഞ്ഞ പോലെ നല്ലൊരു ഇതാണ്. കാരണം അതിൽ തന്നെ ചില ആൾക്കാർ, ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞ എന്റെ ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം പറയാണ്. ചില ആൾക്കാരുണ്ടല്ലോ സാറേ, എന്തെങ്കിലും വിഷമതകൾ വന്നിട്ട് പറഞ്ഞാല് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ അത് കൂടുതൽ വഷളാക്കി തരും. കുടുംബത്തിനോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് അവര് നമ്മളെ പ്രേരിപ്പിക്കുന്നതായിരിക്കും പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഞങ്ങൾ പറഞ്ഞെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു, നിങ്ങളാകണം. അതുപോലെ ഈ സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോ അതിലിപ്പം സ്വയം മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു മാറ്റം വരുന്ന രീതിയിൽ ഒരുപാട് ക്ലാസ് നമ്മളെ ഉള്ളിലേക്ക് തന്നെ കൊടുക്കുക. ചെയ്തത് ശരിയാവുന്നില്ല, മക്കൾ ഇങ്ങനെ പറഞ്ഞു, അവര് കാര്യമില്ലെങ്കിൽ ഇങ്ങനെ പറയൂലല്ലോ. പിന്നെ ഈ പറഞ്ഞ സാറ് ഏകാന്തത പറഞ്ഞില്ലേ സാറേ, കാരണം നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് ചില സമയത്ത് ഇവിടെ രോഗികൾ വരാറുണ്ട് ഇങ്ങനെ അക്യുപ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ക്ലിനിക്കൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പം മോൻ പറയും, മമ്മിക്ക് എവിടുന്ന ഇത് എനർജി കിട്ടാൻ? ഞാൻ പറയും, മമ്മിക്ക് എനർജി അവര് പോയി, അവര്
അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ കടലിന്റെ അടുത്ത് പോയിട്ട് ഇരിക്കുക, ഏകാന്തത, കടലിന്റെ അവിടെ കടലിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ കുറെ നേരം കണ്ണടച്ചിട്ട് നമ്മൾ മമ്മിക്ക് തന്നെ പോസിറ്റീവ് എനർജി കിട്ടും. മറ്റേ ഇത് അങ്ങനെ കുറച്ച് കുട്ടികളിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും. അപ്പൊ നല്ല ക്ലാസ് ആണ് സാറേ. എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇത്ര സമയത്ത് ഇപ്പൊ 7 മണിക്ക് 7:10 തുടങ്ങിയിട്ട് ആ സമയത്തിനുള്ളില് ഒരുപാട് കാര്യങ്ങൾ സാറ് പറയുന്നു, മനസ്സിലാക്കി തരുന്ന രീതിയിൽ തന്നെ ആ സംസാരം. പിന്നെ പ്രകൃതിന്റെ പറഞ്ഞല്ലോ സാറേ, പ്രകൃതിന്റെ നല്ലൊരു അനുഭവം സാറേ. നമ്മളിപ്പം പ്രകൃതിനോട്, അതായത് നമുക്ക് ഇങ്ങനെ പോയിട്ട് നിന്നിട്ടാകുമ്പോ കുറച്ച് കഴിയുമ്പം പിന്നെ എന്താ പറയേണ്ടത്, നല്ല ഈ കാട്ടിലേ കൂടിയിട്ട് ഇങ്ങനെ ഒരു യാത്ര പോവുകയാണെങ്കിൽ അത് ശരിക്കും മനസ്സിലാവും, അവിടെ അരുവികളും അതും എല്ലാം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. രമാവതി മാം പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, പുറത്ത് ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടാനില്ല, അതുകൊണ്ട് നമ്മൾക്ക് നമ്മളെ തന്നെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആക്കണം. രണ്ടാമത്, നമ്മുടെ നാളത്തെ ക്ലാസ്സില്, ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ക്ലാസ്സില് 7 മണിക്ക് ശേഷം ഭക്ഷണമില്ല. വരുമ്പോൾ ഭക്ഷണം കഴിച്ചോളാം. 7 മണിക്ക് ശേഷം മെഡിറ്റേഷൻ കഴിഞ്ഞ് നമ്മൾ ഉറക്കത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു. സലീമ മാം എന്തെങ്കിലും പറയുന്നോ? മീനാക്ഷി മാം പോയി അല്ലേ? ഓക്കെ, സലീമ മാം പറയും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നത്, ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. എനിക്ക് വളരെ സൂതിങ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ തന്നെ ആയിരിക്കുക, നമ്മളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടവും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും. അത് ഗൈഡഡ് മെഡിറ്റേഷനിൽ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. നമ്മൾ തന്നെ ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഒത്തിരി ഉള്ളിലേക്ക് കടന്നു ചെയ്യാനായിട്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. വളരെ സൂതിങ് ആയിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ നമ്മളതിലേക്ക് കൊണ്ടുപോകാനായിട്ട് വളരെ സഹായിച്ചു. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഇന്നത്തെ ഈ ആദ്യത്തെ ഈ മെഡിറ്റേഷൻ എക്സ്പീരിയൻസ്. അതുകൊണ്ട് എനിക്ക് താങ്ക്സ് മാത്രം പറയുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സന്ദേശമാണ് ഈ ഒരു ധ്യാനം. കാരണം നമ്മളെ തന്നെ കണ്ടെത്തുക, നമ്മളിൽ ശാന്തത, നമ്മളിൽ സംതൃപ്തി, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ നമ്മൾ സ്വസ്ഥരാകും. ആ സ്വസ്ഥതയാണല്ലോ നമ്മളിൽ നിന്ന് പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. അതിന്റെ വൈബ്രേഷൻ ആണല്ലോ പ്രകൃതിയിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ നമ്മളെ തന്നെ ശാന്തരാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മളെ കണ്ടെത്തുക എന്നുള്ളത്. അതിനെ സഹായിച്ച ഒരു 20 മിനിറ്റ് ആയിരുന്നു. അതിന് മുമ്പുള്ള ആ ക്ലാസ്സും അതിലേക്ക് നയിക്കുന്ന ആ ക്ലാസ്സും ഒക്കെ വളരെ മൂല്യവത്തായിട്ട് എനിക്ക് തോന്നി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വേറെ ആർക്കെങ്കിലും ജോഷി സാർ ഉണ്ടോ? മനോജ് സാർ എന്തെങ്കിലും പറയാനുണ്ടോ എക്സ്ട്രാ? ഓക്കെ, ഞാനുണ്ട്. പറഞ്ഞോളൂ. കേൾക്കാമോ? ഓക്കെ. വേറെ വീണ്ടും ഒരു നന്ദി, സന്തോഷം. സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് എന്താണ് പറയാനുള്ളത്? അംഗീകരിക്കുക, ആദരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനോടും സപ്പോർട്ടല്ലാതെ ഒരു ക്ലാരിഫിക്കേഷൻ പോലും ചോദിക്കേണ്ട കാര്യമില്ലാത്ത തരത്തിലാണ് സാറ് ആ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് ആദ്യമായിട്ട് പങ്കെടുത്ത 2 ആളുകൾ പറഞ്ഞ സാക്ഷ്യം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് ക്ലാസ്സിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലൊന്നും അങ്ങനെയൊന്നും നടത്തേണ്ട കാര്യങ്ങളില്ല. എനിക്കിതിൻ്റെ അകത്ത് ഇന്ന് വളരെ ആ ക്ലാസ്സിനിടയിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു സംഗതിയുണ്ട്. നമ്മുടെ ഈ ലോകത്തിൽ ഇപ്പോൾ നിരവധി കെണികളുണ്ട്. എല്ലാ കാലത്തും കെണികളുണ്ടായിരിക്കും. പക്ഷെ ഒരുപക്ഷെ കുറെ കൂടെ ഒക്കെ മുന്നോട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ കെണികളെല്ലാം നേരെ മുന്നിൽ നിന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇന്നിപ്പോ കെണികളെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. കെണികളെല്ലാം അതിന് ഈയിടെ ഞാൻ കേട്ട ഒരു നല്ല പദമുണ്ട്, ഈ ഇല്യൂമിനാറ്റീസ്. അത്തരം രീതിയിലാണ്. നമ്മളെ അറിയില്ല ഇതെന്താണ് ഈ വരുന്നത്. ഇപ്പോഴത്തെ പല സിനിമകൾ ഇപ്പൊ കൊച്ചു പിള്ളേർക്കോ അല്ലാത്തവർക്കോ ഒക്കെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന പല സിനിമകളുണ്ട്. ആ സിനിമകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പല സംഗതികളുണ്ട്, അത് തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുണ്ട്. ആത്മീയ പ്രസ്ഥാനം പോലെ ഇരിക്കുന്നതുണ്ട്, അല്ലെങ്കിൽ അല്ലാത്ത പ്രസ്ഥാനങ്ങളുണ്ട്. ഇതിലൂടെയൊക്കെ അടുത്തങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഊരാക്കുടുക്ക് പോലെയാണ്, പലർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവിടെയൊക്കെയാണ് വാസ്തവത്തിൽ നാളെ പറഞ്ഞ ഈ പറയുന്ന പലരുടെയും മൈൻഡ് ഫുള്ളായിട്ട് അവിടെ ഇരിക്കുക. എന്നാൽ മൈൻഡ്ഫുൾനെസ് കൈവരിച്ചു കഴിയുമ്പോൾ നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ അടുത്ത കാലത്ത് ഒരു ക്യാമ്പിൽ പങ്കെടുത്ത കൊച്ചുകുട്ടികളോട് നമ്മുടെ ഈ കേരളത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട
ഒരു വ്യക്തി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ്? അപ്പോ പിള്ളേർ പറഞ്ഞ 2-3 സിനിമകളുടെ പേരൊക്കെ പറഞ്ഞു. പിന്നെ ആവേശം, പ്രേമലു, പിന്നെ വേറെ ഏതാണ്ട് എന്ത് ബ്രദേഴ്സാണ്, ഏതോ ഒരു ബ്രദേഴ്സ്. എന്നിട്ട് അദ്ദേഹം അതിനെ വിലയിരുത്തി. ശരിയാണ്, ഇതിൻ്റെ അകത്തൊക്കെ നമ്മളെ പെട്ടെന്ന് ആകർഷിക്കുന്ന, നിങ്ങളെ ആകർഷിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട്. ചിലതിൻ്റെ അകത്ത് ഒരുപാട് നന്മ വർദ്ധിക്കുന്ന നല്ല ചെറുപ്പക്കാരെ കണ്ടായിരിക്കും നിങ്ങൾ അതിൽ ആവേശം. പക്ഷേ ആ സിനിമയിൽ അടിയും കുടിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളാണ് അതിൻ്റെ അകത്തൂടെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ എഴുതി കാണിക്കുമായിരിക്കും മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്, പുകവലി ആരോഗ്യത്തിന് എന്നിട്ട് ഇത് മുഴുവനാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ എല്ലാവരും തന്നെ അത് വായിച്ചറിഞ്ഞായിരിക്കാം, 3 ടീച്ചർമാര് വടക്കേ ഇന്ത്യയില് എവിടെയോ പോയി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ബ്ലേഡ് കൊണ്ട് മറ്റേ ശരീരം മുറിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പൊ അവര് ഇടപെട്ടത് ആത്മീയമാണ്, പക്ഷെ വന്ന് ഭവിച്ചത് വലിയൊരു കെണിയാണ്. അപ്പൊ ഇതിനെ ശരിക്കും പറഞ്ഞാൽ മൈൻഡ്ഫുൾ ആയാൽ ഇത്തരം കെണികളെ അതിജീവിക്കാനായിട്ട് സാധിക്കും. എനിക്ക് പെട്ടെന്ന് ഈ ക്ലാസിന്റെ ഇടയിൽ ആ പറഞ്ഞ ഒരു വേടിങ് കൊണ്ട് പെട്ടെന്ന് എനിക്ക് തോന്നിയ സംഗതിയാണ്. അതുകൊണ്ട് ഈ ഇലുമിനാറ്റികളെ തിരിച്ചറിയാനായിട്ട് ആളുകൾക്ക് സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന. ബാക്കിയെല്ലാം എല്ലാവരും പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഒരുപാട് നന്ദി. താങ്ക് യു സർ. നല്ല മഴ തകർത്ത് പെയ്യുന്നു. ഓക്കെ സർ. ജിനേഷ് കേൾക്കുന്നുണ്ടോ? ജിനേഷ്. നമസ്കാരം സാറേ. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ് കേൾക്കുന്നത് കേട്ടോ. നല്ലതായിരുന്നു, വളരെ ഉഷാറായിരുന്നു. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ഉണ്ടായി ആ മെഡിറ്റേഷനെ, പ്രത്യേക ഒരു എക്സ്പീരിയൻസ്. കാരണം ആ മാഡം പറഞ്ഞ പോലെ തന്നെ ആ ഫസ്റ്റ് നമുക്ക് ആ ഒരു ബെല്ലടിന്റെ സൗണ്ടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ, ഒരു ബാക്ക് മ്യൂസിക് ഉള്ളതുകൊണ്ട് തന്നെ അത് വളരെയധികം ആസ്വദിച്ചു. പിന്നെ സാറിന്റെ ക്ലാസ് കുറെ ഇതിന് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. യൂട്യൂബിൽ കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഏതായാലും ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ കാണണം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാർ. താങ്ക് യു. താങ്ക് യു ജിനേഷ്. ഓക്കെ. മനോജ് സാർ എന്തെങ്കിലും പറയുന്നു? സാർ, പ്രത്യേകിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. ഇന്നത്തെ ഈ സബ്ജക്റ്റുമായിട്ട് കണ്ടന്റും ഒക്കെ തന്നെ കേട്ടതിന്റെ ഒരു ലഹരിയിൽ തന്നെയാണ് ഉള്ളത്. ശരി, നമ്മൾ നമ്മളുടെ തന്നെ ഒരു ഉണ്ടാവുകയും നമ്മളെ അറിയാവുന്നത് നമുക്ക് മാത്രമാണ്. അപ്പൊ അതിലൊരു വലിയൊരു ലൈറ്റാണ് സാറ് തന്നത്. പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ് ഒക്കെ കുറിച്ച് പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. വലിയ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് പ്രാക്ടീസ് വേണം. അപ്പം അത് ഇന്നത്തെ ഈ ഒരു കണ്ടന്റും സാറിന്റെ പ്രസന്റേഷനും, എസ്പെഷ്യലി ഞാനൊരു 1-2 മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ആകപ്പാടെ സ്ട്രെസ്ഡ് ആയിട്ടാണ് വന്നത്. കാരണം കേട്ട് കഴിഞ്ഞപ്പോഴും റിസൂത്തിങ് എഫക്റ്റ് ഒക്കെ എനിക്ക് തോന്നി. അപ്പോൾ താങ്ക് യു വെരി മച്ച് സാർ. എല്ലാവരോടും ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുന്നതും നല്ലതാണ്. ഇനിയും ഉള്ള അവസരങ്ങൾ ഉണ്ടാകും. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ നാളെ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്. നമുക്ക് സമഗ്രമായ ആരോഗ്യത്തെ കുറിച്ച് നാളെ സംസാരിക്കാം. അപ്പൊ ഇന്ന് ആന്റണി സാറിന് ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു സാർ. ഞാൻ നല്ല മഴയായതുകൊണ്ടാണ് താമസിച്ചു പോയത്. എനിക്ക് ഒരു രീതിയിൽ ലോഗിൻ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ആദ്യമായിട്ടാണ്. ഇത്രയും ഒരു രീതിയിൽ എനിക്ക് സംഭവിച്ചിട്ടില്ല. 2-3 ഫോണൊക്കെ എന്റെ കയ്യിലുണ്ട്, പക്ഷെ എന്നിട്ട് എനിക്കൊന്നും ചെയ്യാം. ഓക്കെ. അപ്പൊ താങ്ക് യു സാർ. റോയ് സാർ വിളിച്ചു. Okay, thank you. Have a nice evening and good night to everybody. Bye bye. Yes sir. Good night. Okay sir. Have a nice night. Yeah. Okay. Bye. Bye.